എവിടുന്നോ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട പോലെ തോന്നി. അച്ഛൻ കേൾക്കണ്ടോ? എനിക്ക് ആ പ്രായം കഴിഞ്ഞു. ഇനി കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതിത്താ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. എന്താ ചെറിയമ്മി മോളും കൂടി ഒരു സ്വർണ്ണ കച്ചവടം? ദിനകരൻ രാധയ്ക്ക് വാങ്ങിയ കമ്മല് മാഷ കണ്ടില്ലല്ലോ. എവിടെ? ഈ സ്വർണത്തിന് അവനൊരു താലി വാങ്ങിയിരുന്നെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് തുലാം 16-ന് അവന്റെയും കല്യാണം നടത്തായിരുന്നു. വല്ലവരും മനസ്സിലുണ്ടോന്ന് ചോദിച്ചപ്പോ എന്നോടൊരു കത്ത് എഴുതി കൊടുക്കാനാ അവൻ പറഞ്ഞത്. ഞാൻ അവനൊരു കത്ത് എഴുതാൻ പോവാ. കത്തെഴുതാൻ വന്നിട്ട് മാഷെന്താ ഈ നേരത്തെ ഏടത്തിയുടെ പെട്ടി തുറക്കണേ? ഒക്കെ രാധയുടെ കല്യാണത്തിന് ഒരു കൂട്ടി വെച്ച ആഭരണങ്ങളാ. അമ്മിണിയുടേതാ കൂടുതലും. സർവാഭരണ ഭൂഷിതയായി അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അമ്മിണി എപ്പോഴും എന്നോട് വന്ന് പറയും. മോൾ ഇതൊക്കെ എന്നിട്ട് അച്ഛനൊന്ന് കാണട്ടെ. ഇങ്ങ് തന്നെ, ഞാൻ ഇടിക്കാം. എണ്ണി നോക്കാൻ ഒന്നുമില്ല. എല്ലാം കൂടി 101 പവന് 7 പവന്റെ കുറവേ ഉള്ളൂ. സ്വർണം കൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയോളെന്ന് ഞാൻ ആലോചിക്കണേ. എന്നാ പിന്നെ ഒരു പേഴ്സും കൂടി ആയിക്കോട്ടെ. വെറുതെ അന്തസ്സിന് ഗമ കാട്ടി കയ്യിൽ പിടിക്കാലോ. ഓ ഈ ചെക്കൻ കൊണ്ടാ. ഈ ചെറിയമ്മയ്ക്ക് സ്വർണം കണ്ട പ്രാന്താ. പ്രാന്തല്ലടാ പ്രാന്ത.